അങ്ങനെ അത് ഈ രാവിലെ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ഞാനും കിച്ചും കൂടി റെഡിയായി ഇതേ പാവുമ്പായിലോട്ട് പോണേന്ന് കൃഷ്ണൻ അമ്പലത്തിൽ. അങ്ങനെ അവിടെ ചെന്ന് വഴിപാട് കൊടുക്കാനുള്ളതൊക്കെ എഴുതിച്ച് കുറച്ച് നേരത്തെ എത്തണം എന്ന് വിചാരിച്ചതാണ്. കാരണം വെയിൽ മുക്കണതിന് മുന്നേ വന്ന് പോകാമെന്ന് കരുതിയതാണ്. പക്ഷെ നടന്നില്ല. എണീറ്റ് ഒരുങ്ങി കെട്ടി വന്നപ്പോൾ ഈ നേരമായി. പിന്നെ അവിടെ കൊടുക്കാനുള്ള വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. നെയ്വിളക്കും തുളസിമാലയും അതൊക്കെയാണല്ലോ കൃഷ്ണൻ്റെ മെയിൻ വഴിപാടുകൾ. അതൊക്കെ ദേ മേടിച്ച് അവിടെ കൊടുത്ത് പിന്നെ അവിടെ അകത്ത് ചുറ്റും തൊഴുത് 3 വട്ടം പ്രദക്ഷിണം വെച്ച് തൊഴുത് ദേ പുറത്തിറങ്ങി. അവിടെ ഇതൊന്നും ഒഴിച്ചു തരാൻ ആളുണ്ടായിരുന്നു. നമ്മൾ തന്നെ തീർത്തൊക്കെ എടുക്കണം. അങ്ങനെ അതൊക്കെ എടുത്ത് ദേ ചന്ദനമൊക്കെ തൊട്ട് പിന്നെ പുറത്ത് തൊഴാൻ വേണ്ടി ഇറങ്ങി. അവിടെ നിന്ന് 2 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ പുറത്ത് ചുറ്റും തൊഴാൻ ഇറങ്ങി. അവിടെ നല്ല കുഴമ്പുണ്ട്, നല്ല രസം കാണാനായിട്ട്. പിന്നെ അവിടുത്തെ മെയിൻ വഴിപാട് നമ്മുടെ തൃക്കൈ വെണ്ണ, കണ്ണൻ്റെ ഇഷ്ടഭക്ഷണമാണല്ലോ വെണ്ണ. അങ്ങനെ അതും മേടിച്ച് നമ്മളും അതൊക്കെ മേടിക്കാൻ തന്നെ പോണത്. അങ്ങനെ ദേ അവിടെ ചെന്ന് എണ്ണയൊക്കെ മേടിച്ച് ദേ ആൽത്തറയിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. നമ്മൾ ആൽത്തറ ഇരുന്നിട്ട് എപ്പോഴും പോകാറുള്ളത്. കാരണം അതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കുറച്ച് നേരം ആ തണലത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു സുഖം. അങ്ങനെ ഈ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ആ വെണ്ണയൊക്കെ അവിടെ നിന്ന് കഴിച്ച്. കാരണം വീട്ടിലോട്ട് കൊണ്ട് തന്നെ അവരതൊന്നും ഇരിക്കില്ല, മെൽറ്റായിപ്പോവും. അങ്ങനെ അവിടെ ഒരു കുഞ്ഞ് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടിരുന്ന് പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നു. കാരണം എനിക്ക് വർക്കിന് പോകണമല്ലോ. പിന്നെ വീടിൻ്റെ അവിടെ ഒരു സർപ്പക്കുളമുണ്ട്. അവിടെ നിറച്ച് താമരയുണ്ട്, കുറേ ഉണ്ട്. നമുക്ക് പറിക്കാൻ പറ്റില്ല ഗൈസ്, സർപ്പക്കുളമായതുകൊണ്ട്. പിന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ അതിൻ്റെ എടുത്ത്. വെയിൽ കാരണം കുറേയൊക്കെ പോയി. പിന്നെ കുറേ മുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നോക്കി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ പോന്നു. പിന്നെ അടുത്ത് എടുക്കണം.